നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ വീണ്ടും 26,000 എന്നൊരു ലെവൽ റീക്ലെയിം ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഹൈ ലെവൽസിൽ വളരെ മാർജിനൽ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും ഓൾമോസ്റ്റ് ആ ഒരു ഹൈക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ട് 25,966.05 എന്ന നിലയിലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയിലടക്കം പരിശോധിക്കുമ്പോഴേക്കും ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിനുള്ളൊരു ഇൻഡിക്കേഷനാണ് ലഭ്യമാകുന്നത്. സോ നിഫ്റ്റിയിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് അതേ ഒരു വ്യൂ ആയിരുന്നു ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കുറെ കൂടെ ബ്രോഡ് ബേസ്ഡ് റാലിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് പറയാനുള്ള കാര്യം, ഒത്തിരി മാസങ്ങൾക്ക് ശേഷം നമുക്ക് ലാസ്റ്റ് നൈൻ ടൂബ്രോ ആൻഡ് ഗ്രാസം ഈ രണ്ട് സ്റ്റോക്സിലും ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ITCയുടെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. സോ അറ്റ് ദിസ് പോയിന്റ് അണ്ടർടോൺ ഇസ് വെരി ബുള്ളിഷ്. ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. നിഫ്റ്റി 50യുടെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 26,100. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 26,250, 26,350, 26,500 ആൻഡ് ഫൈനൽ ടാർഗറ്റ് 26,750.